ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ടൈമിംഗ് ബെൽറ്റ് മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റെനോൾട്ടിൻ്റെ സ്കാല എന്ന് പറയുന്ന മോഡലാണ് വന്നിരിക്കുന്നത്. ഇതേ സെയിം ടൈമിംഗ് തന്നെയാണ് ഡസ്റ്റർ, സണ്ണി, മൈക്ര, ലോഗൺ, വെർട്ടോ എല്ലാത്തിനും സെയിം ടൈമിംഗ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന അതിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ട്, അതിൻ്റെ മൗണ്ടിങ്. ആ മൗണ്ടിങ് അഴിച്ച് അതിൻ്റെ കവർ അഴിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ബെൽറ്റും അതിൻ്റെ ക്യാമിൻ്റെ പുള്ളിയും കാണാം. അപ്പോൾ ക്യാമിൻ്റെ രണ്ട് സൈഡിലും വരുന്ന പുള്ളിയിൽ രണ്ട് സൈഡിലും മാർക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബെൽറ്റിലും മാർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് വെച്ചിട്ടാണ് നമ്മളത് ബെൽറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ബെൽറ്റിലെ ആ മാർക്കിംഗ് ആ ക്യാമിൻ്റെ പുള്ളിയിൽ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ആ ടെൻഷനർ വെച്ച് ടൈറ്റ് ചെയ്യുകയാണ്. ടെൻഷനർ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ടൈമിംഗ് എല്ലാം കറക്റ്റാണോ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കറക്കി നോക്കുന്നതാണ്. കറക്കി നോക്കി എല്ലാം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് മൗണ്ടിങ് എല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ കവറും വെച്ച് അടുത്തത് ഓൾട്ടർനേറ്റർ ബെൽറ്റാണ്, അതും നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അതും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പെയിൻറ്റിങ് വർക്കുണ്ട്. അതും ആ വർക്കും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാർ ടെസ്റ്റ് ഡ്രൈവ് എടുക്കും. ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിന് ശേഷം നമ്മളത് കംപ്ലൈൻ്റ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. സോ ഇതുപോലെ ടൈമിങ്ങിൻ്റെ വർക്ക്, ക്ലച്ചിൻ്റെ വർക്ക്, കാറിൻ്റെ ഓൾമോസ്റ്റ് കംപ്ലൈൻറ്റ് വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കംപ്ലൈൻറ്റ് വരുന്നുണ്ടെങ്കിൽ SMT ഓട്ടോമൊബൈൽസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡിൻ്റെയും സ്പെയർ പാർട്സ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ കാറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.